ശബരിമലയിൽ ഇന്ന് രാവിലെ മകരസംക്രമ പൂജ നടന്നു. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് 6:30യോടെയാണ് നടക്കുക. തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും ആകാശത്ത് മകരനക്ഷത്രവും ദൃശ്യമാകും. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടില്ല. ശബരിമല സന്നിധാനം ഇനി മകരവിളക്കിനായുള്ള കാത്തിരിപ്പിലാണ്. രാവിലെ 8:45 മകരസംക്രമ പൂജ ഉണ്ടായിരുന്നത്. അതായത് ധനുവിൽ നിന്ന് മകരത്തിലേക്കുള്ള ആ ഒരു ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്കുള്ള ആ ഒരു യാത്ര, അത് ആ മംഗള മുഹൂർത്തം പൂജകളോടുകൂടിയാണ് ശബരിമല സന്നിധാനം അതിനെ വരവേറ്റത്. എന്തായാലും ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പ്രമുഖർ, MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായിരുന്നു. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി വൈകുന്നേരത്തെ മകരവിളക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഉള്ളത്. സന്നിധാനം ഇതിനകം തന്നെ നിറഞ്ഞു കവിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ കേവലം 50,000 പേർക്ക് മാത്രം ദർശനം എന്നായിരുന്നു കണക്ക് എങ്കിൽ അത് ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ എത്തി എന്നുള്ളതാണ്. 99,200-ൽ പരം ഭക്തരാണ് ഇന്നലെ ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് എത്തിയത്. ഇന്ന് രാവിലെ തന്നെ 8 മണിക്ക് തന്നെ ഏതാണ്ട് 25,000 കടന്നുള്ള തിരക്കാണ് അവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും വലിയ ആഘോഷപൂർവ്വം കാത്തിരിക്കുകയാണ് ശബരിമല സന്നിധാനം ഈ മകരവിളക്കിനായി. എല്ലാ വ്യൂ പോയിന്റുകളിലും അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ച് മാളികപ്പുറം, ഒപ്പം തന്നെ പാണ്ഡിത്താവളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വ്യൂ പോയിന്റുകളുണ്ട്. ഇവിടെ എല്ലാം കേന്ദ്രീകരിച്ച് ഭക്തർ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പർണശാല കെട്ടി തമ്പടിച്ച് ഇരിക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ എല്ലാം തുടർച്ചയായി ഈ കേന്ദ്രങ്ങളിൽ ഏറ്റവും അവസാനഘട്ട സുരക്ഷാ പരിശോധനയും പൂർത്തിയാക്കി തിക്കും തിരക്കും ഒഴിവാക്കി സുഗമമായ സുരക്ഷിതമായ ഒരു ദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തെ മകരജ്യോതി ദർശനം കഴിഞ്ഞാൽ തിരിച്ച് സുരക്ഷിതമായി മടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 800ഓളം ബസ്സുകളാണ് പമ്പയിൽ നിന്ന് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു തിക്കും തിരക്കും ഉണ്ടാകാതെ വളരെ സമാധാനത്തോടുകൂടി താഴേക്ക് എത്തിച്ചെന്നാൽ വാഹനം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യവുമില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസും സർക്കാരും എല്ലാം പറയുന്നത്. എന്തായാലും വലിയ സംതൃപ്തിയോടെ കാത്തിരിക്കുകയാണ് മനുഷ്യരെല്ലാം. പലരും ഇന്നലെയും മിനിങ്ങാന്നൊക്കെ വന്നവർ ദർശനം കഴിഞ്ഞ് ഇവിടെ കാത്തിരിക്കുകയാണ്. ഇന്ന് കയറി വരുന്നവർ ഇവിടെ ദർശനത്തിനായി എത്തുന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിക്ക് ശേഷം, അതായത് പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടില്ല എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. അത് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. അതായത് ഉച്ചയ്ക്ക് ശേഷം ഫലത്തിൽ ഭക്തർക്ക് ദർശനം ഉണ്ടാകില്ല. പിന്നീട് വൈകുന്നേരം 5:30-ക്ക് ശേഷമാണ് തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തി സ്വീകരിച്ച ശേഷമാണ് പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുക. അതായത് ദീപാരാധന കഴിയുന്നതോടുകൂടി ഏതാണ്ട് 6:30-ക്ക് ശേഷമായിരിക്കും ആ ഭക്തർക്ക് ശബരിമല സന്നിധാനത്ത് എത്താൻ കഴിയുക. ഇതിനകം തന്നെ ഇവിടേക്ക് എത്താൻ കഴിയാത്തത്ര വലിയൊരു മനുഷ്യക്കടലായി, ഭക്തജനങ്ങളുടെ കടലായി ശബരിമല സന്നിധാനം മാറിയിരിക്കുന്നു. കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം പരമാവധി കാടിനുള്ളിലാണെങ്കിലും ഒക്കെ അവർ തമ്പടിച്ചിരിക്കുന്നു. അപകടകരമായ നിലയിൽ ഏതെങ്കിലും ഭക്തർ മരങ്ങൾക്ക് മുന്നിലൊക്കെ കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. അവരെയൊക്കെ നിരീക്ഷിച്ചു വരികയാണ് പോലീസ്. എന്തായാലും ഇവിടെ മാത്രമല്ല, പുല്ലുമേട്ടിലും പമ്പ ഹിൽ ടോപ്പിലും നിലയ്ക്കലും അങ്ങനെ മകരജ്യോതി ദർശിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും പോലീസിന്റെ കർശന നിരീക്ഷണവും സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഒരുക്കി മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുകയാണ്.